PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കേരള ബാങ്ക് ക്ലർക്ക്, CSEB തുടങ്ങിയ എക്സാമുകൾക്ക് കോർപ്പറേഷനിൽ നിന്നും നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ethical values of cooperatives do not include. Ethical values of cooperatives do not include. Options: openness, social responsibility, caring for others, solidarity. ഈ ചോദ്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത് 19/5/2024 നടന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. എത്തിക്കൽ വാല്യൂസിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ കോപ്പറേറ്റീവ് വാല്യൂസ് ഏതൊക്കെയാണെന്നും എത്തിക്കൽ വാല്യൂസ് ഏതൊക്കെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. കോപ്പറേറ്റീവ് വാല്യൂസ് സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഇക്വാലിറ്റി, ഇക്വിറ്റി, ഡെമോക്രസി, സോളിഡാരിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിംഗ് ഫോർ അതേഴ്സ്, ഹോണസ്റ്റി. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഇക്വാലിറ്റി, ഇക്വിറ്റി, ഡെമോക്രസി, സോളിഡാരിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിംഗ് ഫോർ അതേഴ്സ്, ഹോണസ്റ്റി. ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് വാല്യൂസിൽ വരുന്നത്. അവസാനത്തെ 4 എത്തിക്കൽ വാല്യൂസ്, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓപ്പൺനെസ്, കെയറിംഗ് ഫോർ അതേഴ്സ്, ഹോണസ്റ്റി. ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, സോളിഡാരിറ്റി. രണ്ടാമത്തെ ചോദ്യം, ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക്ഡെയിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ്. The essential principle coming under the classification of Rockdale does not include. Options: open membership, cash trading, democratic control, limited interest on share capital. ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ക്ലാസ്സിൽ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചതാണ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഈ 8 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. 1934 ICA അപ്പോയിൻറ്റ് ചെയ്ത എക്സ്പേർട്ട് കമ്മിറ്റി ഈ 8 പ്രിൻസിപ്പിൾസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു. എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും. ഇതിൽ ആദ്യത്തെ 4 എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും അവസാനത്തെ 4 നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും. അപ്പോൾ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്. നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ വരാത്തതേത് എന്നാണ്. ഉത്തരം ക്യാഷ് ട്രേഡിംഗ്. ഓപ്ഷൻ ബി ക്യാഷ് ട്രേഡിംഗ് ആണ് ഉത്തരം. ബാക്കി 3 എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ്. വെൻ ഡിഡ് ICA അപ്പോയിൻറ്റ് ദ കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? വെൻ ഡിഡ് ICA അപ്പോയിൻറ്റ് ദ കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? ഓപ്ഷൻസ്: 1844, 1934, 1937, 1964. ഇപ്പോൾ പറഞ്ഞു 1934 ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. 1937 ഈ ഒരു കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 1964 ICA വീണ്ടും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. ആ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു DG കാർവേ. UK, USA, USSR, ജർമ്മനി, ഇന്ത്യ, ഇങ്ങനെ 5 രാജ്യങ്ങളായിരുന്നു ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തത് DG കാർവേയാണ്. 1964 അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട കാർവേ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1966. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ആഡ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിൾ കാർവേസ് പ്രിൻസിപ്പിൾ എന്നും അറിയപ്പെടുന്നു. ICA കാർവേസ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്ത വർഷം 1964. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1964. The principles of cooperatives adopted by ICA needed for internal and external relationship of cooperatives include.
The principles of cooperatives adopted by ICA needed for internal and external relationship of cooperatives include options: voluntary and open membership, democratic member control, concern for community, member economic participation. ഉത്തരം ഏതാണ്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. കോപ്പറേറ്റീവ്സിന് ഇടയിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ICA അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ICA പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പേഴ്സ് ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇങ്ങനെ 7 പ്രിൻസിപ്പിൾസ് ആണ് ICA പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. 1995 അവസാനത്തെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന പ്രിൻസിപ്പിൾ ആഡ് ചെയ്തത്. നേരത്തെ നമ്മൾ പറഞ്ഞു 1964 കാർവേസ് കമ്മീഷനെ ICA അപ്പോയിന്റ് ചെയ്തു. 1966 ആ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിൾ ആഡ് ചെയ്യുന്നത്. 1992 വീണ്ടും ICA പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. ഇവാൻ മക്ഫേഴ്സൺ ആയിരുന്നു ആ ഒരു കമ്മിറ്റിയുടെ ഹെഡ്. 1995 മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന ICA കോൺഗ്രസ്സിലാണ് ഇവർ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന പ്രിൻസിപ്പിൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആഡ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അടുത്തത് ഡാഷ് ഫോർമുലേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡെഫിനിറ്റ് പ്രാക്ടിക്കൽ റൂൾസ് ആൻഡ് സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റഡ് ദ ഗെയിൻഫുൾ പോസിബിലിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ആക്ഷൻസ്. Dash formulated for the first time definite practical rules and successfully demonstrated the gainful possibilities of cooperative actions. Options: Robert Owen, William King, Rockdale Pioneers, George Davidonic. ഉത്തരം ഓപ്ഷൻ സി, റോക്ക്ഡെയിൽ പയനീഴ്സ്. റോക്ക്ഡെയിൽ പയനീഴ്സ് ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തത്. റോക്ക്ഡെയിൽ പയനീർ സൊസൈറ്റി ഏത് വർഷമാണ് രൂപം കൊണ്ടത്? 1844. ഇതാണ് ലോകത്തിലെ തന്നെ ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ദ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ ഡു നോട്ട് ഇൻക്ലൂഡ്. ദ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ ഡു നോട്ട് ഇൻക്ലൂഡ് ഓപ്ഷൻസ്: സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, എഡ്യൂക്കേഷണൽ. ഉത്തരം ഓപ്ഷൻ സി, പൊളിറ്റിക്കൽ. ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എക്കണോമിക് ബെനിഫിറ്റ്സ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്, എത്തിക്കൽ ബെനിഫിറ്റ്സ് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ്. എക്കണോമിക് ബെനിഫിറ്റ്സ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്, എത്തിക്കൽ ബെനിഫിറ്റ്സ്, സോഷ്യൽ ബെനിഫിറ്റ്സ്. ഇതാണ് കോപ്പറേഷൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ വരാത്തത് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് ആണ്. ഉത്തരം ഓപ്ഷൻ സി, പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ്. A fundamental truth or proposition that serves as the foundation for a system of belief or behavior or for a chain of reasoning. A fundamental truth or proposition that serves as the foundation for a system of belief or behavior or for a chain of reasoning. Options: regulations, ethics, principles, morality. ഉത്തരം ഓപ്ഷൻ സി, പ്രിൻസിപ്പിൾസ്. കോപ്പറേഷൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്ന അടിസ്ഥാന നിർദ്ദേശങ്ങളാണ് എന്ത്? പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളെന്ന് പറയുന്നത്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി എയിം അറ്റ് ഡാഷ് ലൈഫ് ടു ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. എ കോപ്പറേറ്റീവ് സൊസൈറ്റി എയിം അറ്റ് ഡാഷ് ലൈഫ് ടു ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഓപ്ഷൻസ്: ഇൻഡസ്ട്രിയൽ, കോർപ്പറേറ്റ്, മൊണോപ്പൊളിസ്റ്റിക്, ട്രഡീഷണൽ. കമ്മ്യൂണിറ്റിയിലെ വീക്കർ സെക്ഷൻസിന് ഏത് തരം ലൈഫാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം കോർപ്പറേറ്റ് ലൈഫ്. ഓപ്ഷൻ ബി, കോർപ്പറേറ്റ് ലൈഫ്. ഡാഷ് ഈസ് ദി കീ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ വിച്ച് മീൻസ് ദാറ്റ് ഈച്ച് മെമ്പർ ഹാസ് ഓൺലി വൺ വോട്ട് ആൻഡ് നോ മോർ ഇറോസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം. ഡാഷ് ഈസ് ദി കീ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ which means that each member has only one vote and no more irrespective of the number of shares held by him. Options: open membership, democratic control, member economic participation, limited interest on share capital. ഉത്തരം ഓപ്ഷൻ ബി, ഡെമോക്രാറ്റിക് കൺട്രോൾ. ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, അതായത് എത്ര ഷെയർ ഉണ്ടെങ്കിലും ഒരു ഷെയറുള്ള ആൾക്കും 100 ഷെയറുള്ള ആൾക്കും
ഒരു വോട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നതാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ബർത്ത് പ്ലേസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ദ ബർത്ത് പ്ലേസ് ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ഓപ്ഷൻസ്: ഇന്ത്യ, ജർമ്മനി, USA, ഇംഗ്ലണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. എന്നാൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ജർമ്മനിയാണ്. ക്രാഡിൽ ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെയും കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെയും ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെയും ബർത്ത് പ്ലേസ് ആണ് ഇംഗ്ലണ്ട്. മക്ക ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. എന്നാൽ മദീന ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ജർമ്മനി. കോപ്പറേഷൻ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്